ഒരു കമ്പനിയുടെ നമ്പേഴ്സ് സ്ക്രീനർ ഡോട്ട് ഇനിൽ തുറന്നു നോക്കിയപ്പോൾ സെയിൽസ് ഗ്രോത്ത് 20% ഉണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് 20% ഉണ്ട്, ROC 28% ഉണ്ട്, P/E റേഷ്യോ 21, ഡെപ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 0, ഓപ്പറേറ്റിംഗ് മാർജിൻ വളരെ നല്ലത്, ഗ്രോസ് മാർജിൻ വളരെ നല്ലത്. ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ ആ കമ്പനി വാങ്ങാം, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനായി വാങ്ങാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ മാർട്ട് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. കാരണം ഫിനാൻഷ്യൽ നമ്പേഴ്സ് നോക്കുമ്പോൾ ബിസിനസ് വളരെ നല്ലതാണ്. പക്ഷേ പ്ലാറ്റ്ഫോം ബിസിനസ് എങ്ങനെ വളരുന്നു എന്നറിയണമെങ്കിൽ അതിന്റെ ബിസിനസ് മോഡലിന്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ആദ്യം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അവർ സ്ക്രീനർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം സെയിൽസ് ഗ്രോത്ത് നോക്കും, പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കും, ROE നോക്കും, ROA നോക്കും, ROCE നോക്കും, അതുപോലെ P/E റേഷ്യോ, പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ഇതെല്ലാം നോക്കും. ഇന്ത്യ മാർട്ടിൽ ഇവയെല്ലാം നോക്കിയാൽ പിക്ചർ വളരെ നല്ലതാണ്. സെയിൽസ് വളരുന്നു, പ്രോഫിറ്റ് വളരുന്നു, ROC നല്ലതാണ്, ROE വളരെ നല്ലതാണ്, ഓപ്പറേറ്റിംഗ് മാർജിൻ വളരെ നല്ലതാണ്, ക്യാഷ് ജനറേഷൻ അതിശക്തമാണ്. അപ്പോൾ ചോദ്യം, ഇത്രയും നല്ല കമ്പനിയാണെങ്കിൽ അതിൻ്റെ ഷെയർ പ്രൈസ് ഗ്രോത്ത് എത്രയുണ്ടെന്ന്. IPOക്ക് ശേഷം ഇന്ത്യ മാർട്ട് റിട്ടേൺ നൽകിയത് CAGR 9% മാത്രമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് ലെസൺ പഠിക്കണം. ഗുഡ് കമ്പനി നോട്ട് ഈക്വൽ ടു ഓട്ടോമാറ്റിക്കലി ഗ്രേറ്റ് സ്റ്റോക്ക്. ബിസിനസിന്റെ ക്വാളിറ്റി മാത്രം പോരാ, ഗ്രോത്ത് എഞ്ചിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കണം. ഇന്ത്യ മാർട്ട് ഒരു സാധാരണ കമ്പനിയല്ല, ഇത് ഒരു B2B പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. ഒരു ബയറിന് ഒരു പ്രൊഡക്റ്റ് വേണം, അയാൾ ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യുന്നു, സപ്ലയറിനെ കണ്ടെത്തുന്നു, എൻക്വയറി അയക്കുന്നു. ഇന്ത്യ മാർട്ട് ബയറിനെയും സപ്ലയറിനെയും കണക്ട് ചെയ്യുന്നു. പക്ഷേ ആമസോൺ പോലെയല്ല, സൊമാറ്റോ പോലെയുമല്ല. ട്രാൻസാക്ഷൻ മുഴുവനായി ഇന്ത്യ മാർട്ടിൽ നടക്കുന്നില്ല. അപ്പോൾ ഇന്ത്യ മാർട്ടിനെ അനലൈസ് ചെയ്യാൻ ഏത് ഫ്രെയിംവർക്ക് ആണ് യൂസ് ചെയ്യേണ്ടത്? ആദ്യത്തെ മെട്രിക് ബിസിനസ് എൻക്വയറീസ്. ഇന്ത്യ മാർട്ടിന്റെ ബയർ സൈഡ് എത്ര ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക് ആണ്. ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ DAU, അതായത് ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ്, MAU, മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ്, അതായത് ഫേസ്ബുക്ക് ഡെയിലി എത്ര പേർ ഓപ്പൺ ചെയ്തു, മന്ത്ലി എത്ര പേർ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്ന കണക്കാണ് ഇമ്പോർട്ടന്റ് എങ്കിൽ ഇന്ത്യ മാർട്ടിൽ ആ കണക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു ഫാക്ടറി ഓണർ എല്ലാ ദിവസവും ഇന്ത്യ മാർട്ട് തുറക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് ഒരു മെഷീൻ ആവശ്യമുള്ളപ്പോൾ വരും. അതുകൊണ്ട് ഇന്ത്യ മാർട്ടിൽ എത്ര പേർ ദിവസവും ആപ്പ് തുറന്നു എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് എത്ര ബിസിനസ് എൻക്വയറീസ് വന്നു എന്നുള്ളതാണ്. ബിസിനസ് എൻക്വയറീസ് കൂടുതലുണ്ടെങ്കിൽ ഡിമാൻഡ് സൈഡ് ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഡിമാൻഡ് ഈക്വൽ ടു ബിസിനസ് എൻക്വയറി പ്ലസ് എൻക്വയറി ഗ്രോത്ത്. അടുത്തത് പേയിങ് സപ്ലയേഴ്സ്. ഇന്ത്യ മാർട്ടിൽ ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാവരും പേ ചെയ്യുന്ന കസ്റ്റമർ അല്ല. നമുക്ക് നോക്കേണ്ടത് എത്ര സപ്ലയേഴ്സ് ഇന്ത്യ മാർട്ടിന് സബ്സ്ക്രിപ്ഷൻ ഫീ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ഇയർ 21-ൽ പേയിങ് സപ്ലയേഴ്സ് ഏകദേശം 1.52 ലാക്സ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 25-ൽ അത് ഏകദേശം 2.17 ലാക്സ് ആയി മാറി. ഫിനാൻഷ്യൽ ഇയർ 26-ൽ അത് 2.2 ലാക്സ് ആയി മാറി. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഉണ്ട്. സപ്ലയർ ബേസ് വളരുന്നുണ്ട്, പക്ഷേ റീസെന്റ് പേയിങ് സപ്ലയർ ഗ്രോത്ത് വളരെ സ്ലോ ആയി. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ മോർ പേയിങ് സപ്ലയേഴ്സ് ഈക്വൽ ടു മോർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഒരു പ്ലാറ്റ്ഫോം ബിസിനസ്സിൽ മോർ പേയിങ് സപ്ലയേഴ്സ് ഈക്വൽ ടു മോർ മോണിറ്റൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ്. പേയിങ് സപ്ലയർ ഗ്രോത്ത് സ്ലോ ആകുമ്പോൾ വൈ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം. അടുത്തത് ARPU, ആവറേജ് റവന്യൂ പെർ പേയിങ് കസ്റ്റമർ. ഇതാണ് ഇന്ത്യ മാർട്ട് എത്ര എഫിഷ്യന്റ് ആയാണ് മോണിറ്റൈസ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത്. റിപ്പോർട്ടഡ് ARPU റഫ്ലി ഫിനാൻഷ്യൽ ഇയർ 21 44,000, 22 44,000, 23 it is 46,000, and 24 it is 53,000, 25 it is 60,000, and 26 it is 66,000. ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് ഉണ്ട്. പേയിങ് സപ്ലയർ സ്ലോ ആയി വളരുമ്പോൾ ARPU അതിശക്തമായി വളരുന്നു. അതായത് ഇന്ത്യ മാർട്ട് എക്സിസ്റ്റിംഗ് സപ്ലയേഴ്സിൽ നിന്നും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പേയിങ് സപ്ലയേഴ്സിന് കിട്ടുന്ന ആവറേജ് റിട്ടേൺ കൂടുന്നത് സപ്ലയേഴ്സിന് വാല്യൂ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ടാണോ അതോ സബ്സ്ക്രിപ്ഷൻ ഫീസ് കൂടുതൽ വാങ്ങുന്നത് കൊണ്ടാണോ? ഇതാണ് ഒരു ഇൻവെസ്റ്റർ അന്വേഷിക്കേണ്ടത്. കാരണം പ്രൈസ് കൂട്ടി ARPU വളർത്താം, പക്ഷേ സപ്ലയറിന് ROI ലഭിക്കുന്നില്ലെങ്കിൽ റിന്യൂവൽ സമയത്ത് അയാൾ പോകും, റിന്യൂവൽ നടക്കില്ല. അതുകൊണ്ടാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക് സപ്ലയർ റീടെൻഷൻ. ഇത് ഒരു പ്ലാറ്റ്ഫോം ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെട്രിക്സിൽ ഒന്നാണ്. ഒരു സപ്ലയർ ഇന്ന് 60,000 രൂപയ്ക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തു, പക്ഷേ അടുത്ത വർഷം അയാൾ റിന്യൂ ചെയ്തില്ലെങ്കിൽ ആ സപ്ലയറിന്റെ ലൈഫ് ടൈം വാല്യൂ അഥവാ LTV വളരെ കുറവാണ്.
കുറവാണ്. പക്ഷേ അയാൾ 5 വർഷം തുടരുകയാണെങ്കിൽ സെയിം 60,000 ആർപു ആണെങ്കിലും ബിസിനസിന്റെ വാല്യൂ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇന്ത്യ മാർട്ട് ഓവറോൾ സപ്ലയർ റീടെൻഷൻ പെർസെന്റേജ് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ അവർ പറയുന്നത് ഗോൾഡ് പ്ലാറ്റിനം സപ്ലയേഴ്സിന് നല്ല റീടെൻഷൻ ഉണ്ടെന്നാണ്. സിൽവർ സെഗ്മെന്റിൽ നല്ല റീടെൻഷൻ പ്രഷർ ഉണ്ടെന്നാണ്. അതിനാൽ ഞാൻ മാനേജ്മെന്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൗ മെനി പേയിങ് സപ്ലയേഴ്സ് റിന്യൂ ദെയർ സബ്സ്ക്രിപ്ഷൻ എവറി ഇയർ? ഈ നമ്പർ വളരെ ക്ലിയർലി ലഭിച്ചാൽ പ്ലാറ്റ്ഫോം എക്കണോമിക്സ് ട്രാൻസ്പെറന്റ് ആകും. ഇനി ഫിനാൻഷ്യൽ നമ്പറിലേക്ക് വരാം. ഇന്ത്യ മാർട്ടിന് നല്ല റവന്യൂ ഗ്രോത്ത് ഉണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ അതിശക്തമാണ്. ഗ്രോസ് മാർജിൻ വളരെ ഹൈ ആണ്. ROC ROE വളരെ നല്ലതാണ്. ഡെപ്റ്റ് വളരെ കുറവാണ്. അതിലും ഇമ്പോർട്ടന്റ് ആണ് ഫ്രീ ക്യാഷ് ഫ്ലോ. പ്ലാറ്റ്ഫോം ബിസിനസ് അസറ്റ് ലൈറ്റ് ആണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് ആക്കി പ്രോഫിറ്റ് ക്യാഷ് ആയി ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഇന്ത്യ മാർട്ടിൽ ക്യാഷ് ജനറേഷൻ അതിശക്തമാണ്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ക്വാളിറ്റിയുടെ ഭാഗത്ത് റവന്യൂ ഗ്രോത്ത് ഈസ് ഗുഡ്, ROE ഈസ് ഗുഡ്, ROC ഈസ് ഗുഡ്, പ്രോഫിറ്റ് ജനറേഷൻ ഈസ് ഗുഡ്, ക്യാഷ് ഫ്ലോ ഈസ് ഗുഡ്. അപ്പോൾ സ്ക്രീനർ നോക്കിയാൽ കമ്പനി വളരെ അട്രാക്റ്റീവ് ആണ്. പക്ഷേ ഇതെല്ലാം ഫിനാൻഷ്യൽ റിസൾട്ട് ആണ്. ഇനി നമ്മൾ ബിസിനസ് എഞ്ചിൻ നോക്കണം. ഇന്ത്യ മാർട്ടിന്റെ എഞ്ചിൻ ഞാൻ ഇങ്ങനെ കാണും: മോർ ബയേഴ്സ്, മോർ ബിസിനസ് എൻക്വയറീസ്, മോർ വാല്യൂ ഫോർ സപ്ലയേഴ്സ്, മോർ പേയിങ് സപ്ലയേഴ്സ്, മോർ ആർപു, മോർ റവന്യൂ, മോർ ക്യാഷ് ഫ്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്ക് വീക്ക് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് പ്ലാറ്റ്ഫോം ബിസിനസിന്റെ അനാലിസിസ്. അതിനാൽ എന്റെ ഇന്ത്യ മാർട്ട് ചെക്ക് ലിസ്റ്റ്: 1. ബിസിനസ് എൻക്വയറി ഗ്രോത്ത്. 2nd, പേയിങ് സപ്ലയർ ഗ്രോത്ത്. 3rd, ആർപു ഗ്രോത്ത്. 4th one, supplier retention. 5th, revenue growth. 6th, operating margin. 7th, free cash flow. 8th one, free cash flow margin. 9th one, supplier return on investment. Last one, customer acquisition efficiency. അപ്പോൾ അടുത്ത തവണ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ സ്ക്രീനർ മാത്രം നോക്കരുത്. സ്ക്രീനർ നിങ്ങളോട് പറയുന്നത് കമ്പനി എത്ര നല്ല ഫിനാൻഷ്യൽ റിസൾട്ട് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബിസിനസ് മോഡൽ അനാലിസിസ് പറയുന്നത് ഈ കമ്പനിക്ക് ഈ റിസൾട്ട് നെക്സ്റ്റ് ഇയറിലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ്. ഇന്ത്യ മാർട്ട് പോലുള്ള ബിസിനസ്സിൽ ഫിനാൻഷ്യൽ നമ്പേഴ്സ് നോക്കുക. പക്ഷേ അതിനൊപ്പം എൻക്വയറീസ്, സപ്ലയർ ഗ്രോത്ത്, പേയിങ് സപ്ലയർ ഗ്രോത്ത്, ഫ്രീ ക്യാഷ് ഫ്ലോ എന്നീ ബിസിനസ് മെട്രിക്സുകളും നോക്കുക. കാരണം സ്ക്രീനർ കാണിക്കുന്നത് നമ്പേഴ്സ് ആണ്, ബിസിനസ് മോഡൽ കാണിക്കുന്നത് ആ നമ്പേഴ്സിന്റെ പിന്നിലുള്ള കഥയാണ്. അതാണ് ഒരു നല്ല ഇൻവെസ്റ്ററെ നോർമൽ ഇൻവെസ്റ്ററിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്.